ഞായറാഴ്ചയായിരുന്നു നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും രാഹുൽ രാമചന്ദ്രനും വിവാഹിതരായത്. അന്ന് വൈകുന്നേരം തന്നെ മീഡിയയുമായി ചില പ്രശ്നങ്ങൾ ഈ ദമ്പതികൾക്ക് ഉണ്ടായി. ഇതിനെ തുടർന്ന് നിരവധി യൂട്യൂബർമാർ പോലും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന രാഹുലിന്റെ നാട്ടിലെ, അതായത് തിരുവനന്തപുരത്തെ വിവാഹ റിസപ്ഷനിൽ മാധ്യമങ്ങൾ എത്തുകയും അവർക്ക് മറുപടി നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ശ്രീവിദ്യയും രാഹുലും. രാഹുലിന്റെ വീട്ടുകാർ നടത്തുന്ന റിസപ്ഷൻ വേദിയിൽ എത്തി തന്നെയാണ് അവിടെ ഇരുന്ന മാധ്യമങ്ങളോട് കാര്യം വിശദീകരിച്ചത്. മാധ്യമങ്ങളും തങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് എന്നും മിസ്കമ്മ്യൂണിക്കേഷൻ ആണെന്നും പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ക്യാമറ അകത്തുണ്ടാകില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ അവിടെ ലിസ്റ്റ് എടുത്തത് വിവാഹത്തിന് കാണാൻ വരുന്ന മീഡിയക്കാർക്ക് വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഫുഡ് വേണ്ട, പകരം ഞങ്ങൾ അകത്ത് കയറ്റിയാൽ മതി, അതാണ് ഞങ്ങളുടെ അന്നം എന്ന് പറഞ്ഞ് മാറ്റി നിൽക്കുകയായിരുന്നു മാധ്യമങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് വേണ്ടി ലിസ്റ്റ് ഉണ്ടാക്കിയത് അതിന് വേണ്ടി ആയിരുന്നില്ല എന്നും ഫുഡ് ഒരുക്കാൻ വേണ്ടിയായിരുന്നു എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, വന്നു പോകുന്ന ആളുകളുടെ, അതായത് എൻട്രിയും എക്സിറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, അല്ലാതെ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് മാധ്യമങ്ങൾ അവിടെ പേര് കൊടുത്തതും രജിസ്റ്റർ ചെയ്തും ലിസ്റ്റ് ഉണ്ടാക്കിയതും എല്ലാം അവരുടെ അറിവോട് തന്നെയാണ്. അവർക്ക് ഫുഡിന് വേണ്ടിയാണ്. വെളിയിൽ വന്ന് കാണുമ്പോൾ തന്നെ നിരവധി പേർ ഇത് ഷൂട്ട് ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴും പലപ്പോഴും ബൗൺസേഴ്സ് ഒക്കെ മാറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ ഇവർ പറയുന്നുണ്ട്. വിവാഹത്തിന് ശേഷം ഇതൊക്കെ ചോദിച്ചെത്തിയ ശ്രീവിദ്യ കരഞ്ഞുകൊണ്ടാണ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഇന്നലെ കഴിഞ്ഞ ദിവസം രാഹുലിന്റെ വീട്ടിൽ വെച്ച് നടന്ന റിസപ്ഷൻ വേദിയിൽ വെച്ചായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. അവിടെ വെച്ചും ശ്രീവിദ്യ വികാരഭരിതയായി. ആശ്വസിപ്പിച്ചെത്തിയതായിരുന്നു രാഹുൽ. ഞങ്ങൾ നിങ്ങളെ അങ്ങനെ ചെയ്തു, ഒരു ടിഷ്യൂ പേപ്പർ പോലെ വലിച്ചെറിഞ്ഞു എന്നൊരു യൂട്യൂബറിന്റെ പരാമർശം ഞാൻ കണ്ടു. ഞങ്ങളുടെ വിവാഹത്തിന് വന്ന് ഞങ്ങളുടെ വിവാഹത്തിന് ഹൈപ്പ് തരണമെന്ന് ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. ഹൈപ്പ് തരാൻ വേണ്ടി വിളിച്ചു വരുത്തി അവസാനം അകത്ത് കയറ്റിയില്ല എന്ന് പറയേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെയൊന്നും ഞങ്ങൾ എവിടെയും ചെയ്തിട്ടില്ല. ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്യാമറ എല്ലാം ഒരു ടെൻഷൻ ആകുമെന്ന് കരുതി നേരത്തെ ഞങ്ങൾ ക്യാമറയൊന്നും വേണ്ട എന്ന് വെച്ചതാണ്. പുറത്ത്, അതായത് ആളുകൾ വരുന്നതും പോകുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, അതിനുള്ള പെർമിഷൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം എന്നുള്ള രീതി. അല്ലാതെ അകത്തേക്ക് കയറാൻ സാധിക്കില്ല. അകത്തേക്ക് കയറാൻ നോക്കിയാൽ മാത്രമാണ് ബൗൺസേഴ്സ് തടയുക. ആ ബൗൺസേഴ്സിനെ പോലും ഞങ്ങൾ ഏർപ്പാടാക്കിയതല്ല, ഇവന്റുകാർ തന്നെ ഏർപ്പാടാക്കിയതാണ്. ഒരു കല്യാണം എന്ന് പറയുമ്പോൾ ഇത് ഒരാളുടെ കാര്യമല്ല, പലരും അത് മാനേജ് ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങളൊന്നും ഞാനല്ല നോക്കിയതെന്ന് ശ്രീവിദ്യ പറയുന്നു. നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കണമെന്നും ഇവിടെ വരുന്ന മാധ്യമക്കാർ ഒരു ഭക്ഷണം പോലും കഴിക്കാതെ പോകരുതെന്നും എനിക്ക് നല്ല ആവശ്യമുണ്ടായിരുന്നു. കാരണം വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ വന്ന് പ്രതികരിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. അത്രയും നേരം നിങ്ങൾ അങ്ങനെ വെറുതെ നിൽക്കണ്ട എന്നും വിശന്ന് നിൽക്കാൻ പാടില്ല എന്നും ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനിച്ചത് പോലും. എന്നിട്ടും അവസാനം ഇങ്ങനെയാണ് വന്നത്. മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. ഞങ്ങളുടെ വിവാഹത്തിന് വന്ന് ഞങ്ങളുടെ വിവാഹം ഹൈപ്പാക്കി തരണമെന്ന് ഞങ്ങൾ എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങളായിട്ട് തന്നെയാണ് ഞങ്ങളുടെ വിവാഹത്തിന് ക്യാമറയുമായി വന്നത്. ആരൊക്കെ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവർക്ക് ഫുഡ് അറേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞിരുന്നു. അത്രയും മാന്യത ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും മിസ്കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇത് സംഭവിച്ചത്. ഞാൻ ഇന്നുവരെ നിങ്ങളുടെ അടുത്ത് മോശമായി പെരുമാറിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഇങ്ങനെ പെരുമാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എന്റെ ഒരു വിവാഹ ദിവസം നിങ്ങൾ കാരണമാണ് ഞാൻ കരഞ്ഞത്. ഞാൻ കരഞ്ഞിരിപ്പുണ്ടായിരുന്നു എന്നൊക്കെ ശ്രീവിദ്യ പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.